വാർത്താരംഭത്തിലേക്ക് വീണ്ടും കെഎസ്ആർടിസി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതിനു പിന്നാലെ പോലീസിന്റെ തുടർ നീക്കം ഇന്നുണ്ടാകും. സച്ചിൻ ദേവ് ബസിൽ അതിക്രമിച്ചു കയറിയെന്നും ബസിലെ സിസിടിവി ക്യാമറയുടെ മെമ്മറി കാർഡ് സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് എഫ്ഐആറിലുള്ളത്. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. തുടർ നീക്കം എന്താകും? ഒപ്പം ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചെന്ന പോലീസ് റിപ്പോർട്ടും ഉണ്ട്. വീണ്ടും കേസെടുക്കുന്നതിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തുമോ? പാർവതി, കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ യദു നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു പരാതി കൂടി ഈ കോടതി ഇന്നലെ പരിഗണിച്ചത്. ആ പരാതിയിലും കേസെടുക്കാൻ തന്നെയായിരുന്നു, മേയർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ആ പശ്ചാത്തലത്തിലാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തിക്കൊണ്ട് മേയർക്കും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവ് ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരെ പ്രധാനമായി ഗതാഗതം മാർഗതടസ്സം സൃഷ്ടിച്ചു തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ആദ്യപടിയായി സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കായിരിക്കും ആദ്യം കടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബസ്സിൽ അന്നേ ദിവസം യാത്ര ചെയ്ത ആളുകളെ തിരിച്ചറിഞ്ഞ് അവരുടെ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും, ഈ കണ്ടക്ടറുടെയും കൂടി മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവും എംഎൽഎയുമായ സച്ചിൻ ദേവിനെയും ഒപ്പമുണ്ടായിരുന്ന സഹോദരി, ഭർത്താവ് ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുക. അത്തരമൊരു നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടപടി ഏറെ വിവാദമാകുകയും മെമ്മറി കാർഡ് കാണാതാകുന്നത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ എംഎൽഎയുടെ സ്വാധീനമുണ്ട്, സച്ചിൻ ദേവ് എംഎൽഎയുടെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് ഈ മെമ്മറി കാർഡ് നശിപ്പിക്കുകയായിരുന്നു എന്ന പരാമർശവും കൃത്യമായി എഫ്ഐആറിൽ പറയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന നടപടികളിലേക്കാണ് കടക്കുന്നതെന്നാണ് കന്റോൺമെന്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പാർവതി, മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ തർക്കത്തിൽ എംഎൽഎക്കും മേയർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അതിന്റെ തുടർ നടപടികളും ഇന്നുണ്ടാകും. സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്യും. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യൻ.